ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സുദീപ്സ് ഇംഗ്ലീഷ് കൗൺസിൽ. ഇന്ന് നമുക്ക് പഠിക്കാം പുതിയൊരു പ്രപ്പോസിഷൻ ഫോർ. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പ്രപ്പോസിഷൻസ് ആയ ഇൻ, അറ്റ്, ഓൺ, വിത്ത് ഒക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പം ഇന്ന് നമുക്കുള്ള ചെറിയൊരു പ്രപ്പോസിഷനാണ് ഫോർ. ഇതിന് ഒരുപാട് ഉപയോഗങ്ങളൊന്നുമില്ല, ആകെ 2 ഉപയോഗം മാത്രം. പക്ഷേ ഈ 2 ഉപയോഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് താനും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് പഠിക്കാൻ പറ്റുന്ന ചെറിയൊരു പ്രപ്പോസിഷനാണ് ഫോർ. നമ്മൾ ഫോർ ഉപയോഗിക്കുന്ന മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഉപയോഗം നമ്മൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കുന്ന വാക്കാണ് ഫോർ. ആർക്കു വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നേ എന്ന് വേണ്ടി. നിനക്ക് വേണ്ടി, വേണ്ടി എന്ന് പറയുന്ന ആ വാക്കാണ്. നിനക്ക് വേണ്ടി, അവക്ക് വേണ്ടി, അവന് വേണ്ടി, അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ പേരൻസിന് വേണ്ടി, ഫ്രണ്ട്സിന് വേണ്ടി, ആ വേണ്ടി എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആ വാക്കാണ് ഫോർ. അല്ലെങ്കിൽ അപ്പം ആദ്യമായിട്ട് നമുക്ക് ഓരോ എക്സാമ്പിൾ നോക്കാം. ഇൻറ്റൻഡഡ് ടു ഹാവ് ഓർ ടു ഷോ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്താണ്, പർപ്പസ് കാണിക്കുന്ന ഒരു വാക്കാണിത്. ഫസ്റ്റ്, ദിസ് ഇസ് എ ലെറ്റർ ഫോർ യു. ദിസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ലെറ്റർ ആണ്. ദിസ് ഇസ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ലെറ്റർ ആണ്, അത് അതിൻ്റെ അർത്ഥമുള്ളൂ. അപ്പം ഫോർ യു എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി. ദിസ് എ ലെറ്റർ, ഇതൊരു ലെറ്റർ ആണ്, നിനക്ക് വേണ്ടി. ഇത് നിനക്ക് വേണ്ടിയുള്ള ലെറ്റർ ആണ്, നിനക്ക് വേണ്ടിയുള്ള ഒരു ലെറ്റർ ആണ്. അപ്പൊ നിനക്ക് വേണ്ടി എന്ന് പറയാൻ വേണ്ടിയാണ് ഫോർ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പറയാനാണെങ്കിലും എഴുതാനാണെങ്കിലും നമ്മൾ ഫോർ ആണ് ഉപയോഗിക്കണ്ടേ, വേണ്ടി എന്ന് പറയാൻ വേണ്ടി. ഇറ്റ് ഇസ് എ ഗിഫ്റ്റ് ഫോർ ഹിം. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഗിഫ്റ്റ് ആണ് അവന് വേണ്ടി. അപ്പം ഫോർ ഹിം, അവന് വേണ്ടി. അവന് എന്ന് പറയുന്ന ഹിമ്മാണ്, അവന് വേണ്ടി ഫോർ ഹിം. അടുത്തത്, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. നമുക്കൊന്ന് നടക്കാൻ വേണ്ടി പോയാലോ? ലെറ്റ്സ് ഗോ, നമുക്കൊന്ന് പോയാലോ, നടക്കാൻ വേണ്ടി. ഫോർ എ വാക്ക്. ഓക്കെ, അങ്ങനെ. അപ്പം അതുപോലെ തന്നെ ദിസ് മിഷൻ ഈസ് ഫോർ വാഷിംഗ് ക്ലോത്ത്സ്. ഈ മിഷൻ തുണി കഴുകാൻ വേണ്ടിയുള്ളതാണ്, തുണി കഴുകാൻ വേണ്ടി. അപ്പം ഈ മിഷൻ ഉള്ളത് തുണി കഴുകാൻ വേണ്ടിയുള്ളതാണ്. അപ്പം ഫോർ വാഷിംഗ് ക്ലോത്ത്സ് ആണ്, തുണി കഴുകാൻ വേണ്ടി. ഫോർ വാഷിംഗ് ക്ലോത്ത്സ്, ഫോർ ആണ് വേണ്ടി എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ഉപയോഗം പീരീഡ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. ഒരു പീരീഡ് ഓഫ് ടൈം, കുറച്ച് വർഷങ്ങൾ പറയാൻ വേണ്ടി. 4 വർഷമായിട്ട്, 5 വർഷമായിട്ട്, അങ്ങനെ ഒരു 4 മാസമായിട്ട്, അങ്ങനെ ഒരു പീരീഡ് ഓഫ് ടൈം പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഈ ഫോർ തന്നെയാണ്. പക്ഷേ പാസ്റ്റിലെയാണ്, ഭൂതകാലത്തിലെ, കഴിഞ്ഞു പോയ കാലങ്ങളിലെ പീരീഡ് ഓഫ് ടൈം പറയാൻ വേണ്ടിയാണ് ഫോർ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇത് കഴിഞ്ഞു പോയ കാര്യങ്ങളായിരിക്കാം, ഇത്ര കഴിഞ്ഞ പറഞ്ഞാൽ ഒരു പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യമായിരിക്കാം, ഇപ്പൊ പ്രസന്റിൽ തുടങ്ങുന്നതല്ല. നമ്മളത് പെർഫെക്റ്റ് ടെൻസുകളെ പറ്റി പഠിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും ഹാസ് ബീനും ഹാവ് ബീനും ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാകും. ഏതായാലും ഫോറിന്റെ ഉപയോഗം മാത്രം നമുക്ക് നോക്കിപ്പോകാം. ദേ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 10 years എന്ന് പറഞ്ഞാൽ അവർ 10 വർഷങ്ങളായിട്ട് ഇവിടെ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. ലിവിങ് ഹിയർ എന്ന് പറഞ്ഞാൽ 10 വർഷം മുമ്പേ താമസിക്കാൻ തുടങ്ങി. ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം അവർ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം 10 വർഷങ്ങളായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയുന്നേ? ഫോർ 10 years എന്നാണ്. ഫോർ 10 years, 10 വർഷങ്ങളായിട്ടെന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 6 months. അവൾ 6 മാസങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ 6 മാസം മുമ്പേ ജോലി ചെയ്യാൻ തുടങ്ങി, ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. വർക്കിംഗ് ആണ്, ഹാസ് ബീൻ വർക്കിംഗ്. അപ്പൊ ഫോർ 6 months എന്ന് പറഞ്ഞാൽ എന്താണ്? 6 മാസങ്ങളായിട്ട്. അപ്പം 3 ദിവസങ്ങളായിട്ടെന്നാണെങ്കിലോ ഫോർ 3 days, 2 ദിവസമായിട്ട് ഫോർ 2 days, 5 വർഷമായിട്ട് ഫോർ 5 years. അങ്ങനെ ഒരു പീരീഡ് ഓഫ് ടൈം ആണ് ഇവിടെ ഫോർ പറയുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും നമുക്ക് പറയേണ്ടത് ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. 4 വർഷമായിട്ട്, 5 വർഷമായിട്ട്, 4 ദിവസമായിട്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട വാക്ക് ഫോർ ആണ്. ഇത്ര വർഷമായിട്ട്, 4 വർഷമായിട്ട്, ആയിട്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർ ആണ്. അപ്പൊ നമ്മൾ നോക്കിയത് ഫോറിന്റെ ഉപയോഗങ്ങൾ നമുക്ക് 2 എണ്ണമാണ്. ഒന്ന്, പർപ്പസ് കാണിക്കുന്നു. ഇത് നിനക്ക് വേണ്ടി, അവന് വേണ്ടി, അവൾക്ക് വേണ്ടി, അത് അങ്ങനെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കും ഫോർ ആണ്. അതുപോലെ തന്നെ 10 വർഷങ്ങളായിട്ട്, 20 വർഷമായിട്ട്, 4 ദിവസമായിട്ട് എന്ന് പറയുന്നത്
ആയിട്ട് എന്ന് പറയാൻ വേണ്ടി ആ ഉപയോഗത്തിന് ഉപയോഗിക്കാൻ നമ്മൾ ഫോർ തന്നെയാണ്. എപ്പോഴും ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. ഒരു വർഷം നമ്മൾ ഇടിക്കരില്ല. ഫോർ 1993 എന്ന് പറയില്ല. അത് പറയുന്ന സിൻസ് ഉപയോഗിച്ചാണ്. 1993 തൊട്ടെന്ന് പറയുമ്പോൾ സിൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ ഇയേഴ്സ്, 4 വർഷമായിട്ട്. അങ്ങനെയുള്ള ഉപയോഗങ്ങളാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ക്ലിയർ അല്ലേ നമ്മൾ എവിടെയാണ് ഫോർ ഉപയോഗിക്കേണ്ടതെന്ന്? അപ്പം ഈ രണ്ട് ഉപയോഗങ്ങളാണ് നമുക്ക് ഫോർ എന്നുള്ള പ്രപ്പോസിഷന് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്തൊരു പ്രപ്പോസിഷൻ ആയിട്ട് കാണാം. ഇതിൽ ഫോറിന്റെ ഉപയോഗങ്ങൾ 2 മാത്രം. അതുകൊണ്ട് ഓരോ ക്ലാസ്സുകൾ കാണുമ്പോഴും ഓരോ പ്രപ്പോസിഷൻ ഉപയോഗങ്ങളും കറക്റ്റായിട്ട് പഠിച്ചു പോകുക. സോ എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അടുത്ത പ്രപ്പോസിഷനായിട്ട്. ടിൽ ദെൻ ബൈ.